ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2019 പുറത്തിറങ്ങിയ മുഖർജി വൈഫ് എന്ന ബംഗാളി സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഈ കഥ കേൾക്കുമ്പോൾ അയ്യോ ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്നതാണല്ലോ എന്ന് പല സ്ത്രീകൾക്കും തോന്നിയേക്കാം. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ. സാധാരണ അമ്മായിയമ്മ മരുമക്കളെ പീഡിപ്പിക്കാന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ അമ്മായിയമ്മ രാത്രിയായാൽ മരുമകളെ സ്വന്തം മകൻ്റെ കൂടെ പോലും ഉറങ്ങാൻ സമ്മതിക്കില്ല. സ്വന്തം റൂമിൽ കൂടെ കിടത്തും. ഇത് പോരാഞ്ഞിട്ട് മരുമകൾക്ക് രണ്ടാമതൊരു കുഞ്ഞുകൂടി വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതിനും ഈ അമ്മായിയമ്മ തടസ്സം നിൽക്കുകയാണ്. മരുമകൾ ജോലിക്ക് പോകാൻ പാടില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് പാചകം ചെയ്താൽ മതി, ഇങ്ങനെ പലതും പറഞ്ഞ് അവളെ വീട്ടിൽ തളച്ചിടാൻ ശ്രമിക്കുന്നു. ഒടുവിൽ ആ മരുമകൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം ചെയ്യാണ്. അതിനുശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു, ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ നായികയുടെ ഭർത്താവ് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ സിനിമയുടെ വ്യത്യസ്തമായ കഥ. സോ സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ പേര് മുഖർജി വൈഫ് എന്നാണല്ലോ. എന്താണ് ഈ മുഖർജി വൈഫ് എന്ന സംശയം തോന്നാം. ആ കുടുംബത്തിലെ പുരുഷന്മാരുടെ എല്ലാവരുടെയും പേര് മുഖർജി എന്ന് അവസാനിക്കുന്നതുകൊണ്ടാണ് ഇത്. ആ അമ്മായിമ്മയുടെ ഭർത്താവിൻ്റെ പേരും മരുമകളുടെ ഭർത്താവിൻ്റെ പേരും മുഖർജി എന്നാണ്. അതൊരു കുടുംബ പേര് പോലെയാണ്, അതുകൊണ്ടാണ് മുഖർജി വൈഫ്. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ നായികയുടെ ഭർത്തൃ കുടുംബത്തെയാണ് കാണിക്കുന്നത്. നായികയുടെ അമ്മായിയപ്പൻ മരിച്ചുപോയി, വയസ്സായിട്ടാണ് മരിച്ചത്. അദ്ദേഹത്തിന് അഞ്ജലി അർപ്പിക്കാൻ ബന്ധുക്കളും അയൽക്കാരും എല്ലാം കൂടിയിട്ടുണ്ട്. അവിടെ ഒരു അമ്മയെ കാണിക്കുന്നുണ്ട്. അവരാണ് ഈ വീട്ടിലെ അമ്മായിയമ്മ. ഭർത്താവ് മരിച്ചതിൻ്റെ സങ്കടത്തിൽ തകർന്നിരിക്കുകയാണ് അവർ. വരുന്നവർക്കെല്ലാം ചായ കൊടുക്കുന്നത് നമ്മുടെ നായികയായ മരുമകളാണ്. നമ്മുടെ നായകൻ ആ അമ്മയുടെ ഒരേ ഒരു മകനാണ്. വളരെ ലാളിച്ചാണ് വളർത്തിയത്. ആ സമയം അവിടേക്ക് ഒരു അയൽക്കാരി ആൻറ്റി വരുന്നുണ്ട്. ഈ ആൻറ്റി ഓർത്തു വെച്ചോളൂ കേട്ടോ. കാലം മുന്നോട്ട് പോവാണ്. നായകനും നായികയ്ക്കും ഒരു സുന്ദരിയായ മകളുണ്ട്. നായകനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, നായിക ഒരു വീട്ടമ്മയാണ്. ഭർത്താവിനും മകൾക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞ് അമ്മായിയമ്മ വന്ന് നിർദ്ദേശങ്ങൾ നൽകും. ഉച്ചയ്ക്ക് ഇനി എന്ത് കറി വെക്കണം, പാത്രങ്ങൾ എങ്ങനെ കഴുകണം എന്നല്ല. അതനുസരിച്ച് മരുമകളെല്ലാം ചെയ്യണം. നമ്മുടെ നായികയ്ക്ക് ഒരു നല്ല ജോലിക്ക് പോകണമെന്നും സ്വന്തം സ്വപ്നങ്ങൾ നേടണമെന്നും ആഗ്രഹമുണ്ട്. അതിനായി പല ജോലികൾക്ക് അപേക്ഷിക്കുന്നുമുണ്ട്. പക്ഷെ ജോലിയൊന്നും കിട്ടുന്നില്ല. കുടുംബത്തിൽ നിന്ന് അവളെ ജോലിക്ക് അയക്കുന്നുമില്ല. ഇപ്പോൾ അമ്മായിയപ്പ മരിച്ചതുകൊണ്ട് അമ്മായിയമ്മയ്ക്ക് രാത്രി ഉറക്കമില്ലാതെ ഹോളിൽ വന്നിരിക്കും. വേണമെങ്കിൽ എൻ്റെ ഭാര്യ അമ്മയുടെ കൂടെ കിടക്കാൻ പറയാം എന്ന് നായകൻ പറഞ്ഞ് നായികയെ അമ്മയുടെ കൂടെ കിടത്താണ്. ഒരു ദിവസമല്ലെന്ന് കരുതി നായിക അന്ന് രാത്രി അമ്മായിയമ്മയുടെ കൂടെ കിടക്കുന്നു. അവിടെ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. നായിക സാധാരണ രാവിലെ 6:30ക്കാണ് എഴുന്നേൽക്കുന്നത്. എന്നാൽ അമ്മായിയമ്മ 5:30 തന്നെ എഴുന്നേൽക്കും. ഭർത്താവ് ഉണ്ടായിരുന്നപ്പോഴും 5:30 എഴുന്നേറ്റ് ചായ ഇട്ട് കൊടുക്കുന്നത് അവരുടെ ഒരു ശീലമായിരുന്നു. മരുമകൾ 6:30 വരെ ഉറങ്ങുന്നത് കണ്ട് വയസ്സായ എനിക്കൊരു ചായ ഇട്ട് തരാൻ പോലും ഇവൾക്ക് മനസ്സില്ല, ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചായ തരാൻ പോലും ആരുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ രാവിലെ തന്നെ പരാതി പറയാൻ തുടങ്ങുകയാണ്. നായകൻ ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും വീട്ടിൽ വന്ന് ആഹാരം കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ മിക്ക ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് ആഹാരം കൊടുത്തു അയക്കാറില്ല. കാരണം അവരും ജോലിക്ക് പോവാണ്. നിന്റെ ഭാര്യ മാത്രം തരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അയാൾ അല്പം അഹങ്കാരത്തോടെ പറയും, ഞാൻ അവളെ ജോലിക്ക് അയച്ചില്ലല്ലോ, അവൾ വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നല്ല ആഹാരം കിട്ടുന്നത്, പെണ്ണുങ്ങൾ ജോലിക്ക് പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്ന ചിന്താധികാരനാണ് അവൻ. നായിക മോളെ സ്കൂളിൽ നിന്ന് വൈകുന്നേരം കൂട്ടിക്കൊണ്ടുവരുമ്പോൾ എന്താ ഇത്ര താമസിച്ചത് എന്ന് അമ്മായിയമ്മ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരക്കുട്ടി കരാട്ടെ ക്ലാസ്സിന് പോകുന്നത് അറിയില്ലേ എന്ന് നായിക ദേഷ്യത്തിൽ മറുപടി പറയുന്നു. അമ്മായിയമ്മ എപ്പോഴും ഒരു പ്രത്യേക സീരിയൽ കാണും. നായിക വീട്ടിലുള്ളത് കൊണ്ട് അവൾക്ക് വേറെ ചാനലിൽ മറ്റൊരു സീരിയൽ കാണണം. എന്നാൽ അമ്മായിയമ്മ റിമോട്ട് കയ്യിൽ തന്നെ വെച്ച് അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം കാണും. ഇതെല്ലാം കണ്ട് നായിക രാത്രി ഭർത്താവ് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഏട്ടാ നമുക്ക് റൂമിൽ ഒരു ചെറിയ TV വാങ്ങിച്ചാലോ, എനിക്കും സീരിയലൊക്കെ കാണാൻ ആഗ്രഹമില്ലേ എന്ന് പറയുന്നു. ഇത് കേട്ട അയാൾ ദേഷ്യപ്പെടുകയാണ്. നീ കുടുംബം പിരിക്കാൻ നോക്കുകയാണോ? ഇപ്പോൾ TV ചോദിക്കും, പിന്നെ വേറെ വീട് വേണമെന്ന് പറയും. ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, കണക്ക് കൂട്ടിയാണ് ജീവിക്കുന്നത്, ഇതൊക്കെ എത്ര ചിലവാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞ് വഴക്കിടുകയാണ്. ഒരു ദിവസം നായികയുടെ അച്ഛനും അമ്മയും വീട്ടിൽ വരാണ്. എൻ്റെ മകൾ നിങ്ങളെ നന്നായി നോക്കുന്നില്ലേ എന്നവർ അമ്മായിയമ്മയോട് ചോദിക്കുന്നുണ്ട്. എവിടെ നോക്കുന്നു? ഞാനൊന്നും പറഞ്ഞാൽ അവൾ വേറൊന്നും ചെയ്യും. എന്നെ ഈ വീട്ടിലൊരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. വാ തുറന്ന് സംസാരിക്കുക പോലുമില്ല. വൈകുന്നേരം മോളെ കൂട്ടാൻ പോയെന്ന പേരിൽ അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരുമായി സംസാരിച്ച് താമസിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഇതെല്ലാം നായികയും കേൾക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ പറയുന്നതെന്ന് ഓർത്ത് അവൾക്ക് വളരെ വിഷമാവുന്നുണ്ട്. ഒരു ദിവസം നായിക അവളുടെ കൂട്ടുകാരെ കാണാൻ പോവാണ്. ജോലിക്ക് പോയതിനു ശേഷം അവരുടെ ജീവിതം ആകെ മാറിയിരുന്നു. എൻ്റെ ഭർത്താവും ജോലിക്ക് പോകുന്നു, ഞാനും പോകുന്നു, ഞങ്ങളിപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പോവാണ് എന്നെല്ലാം കൂട്ടുകാരി പറയാണ്. അതെല്ലാം കാണുമ്പോൾ നമ്മുടെ നായികയ്ക്കും ആഗ്രഹങ്ങൾ തോന്നുന്നുണ്ട്. പക്ഷെ വീട്ടിലൊരു അടിമയെ പോലെ കഴിയുന്നതോർത്ത് അവൾ ആ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ തന്നെ അടക്കി വെക്കുകയാണ്. ഒരു ദിവസം നായകൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് ഭാര്യയും മകളെയും കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. വീട്ടിലുള്ള അമ്മായിയമ്മയോട് നായിക പറയുന്നുണ്ട്, അമ്മയ്ക്ക് ദോശ ഉണ്ടാക്കി കാസറോളിൽ വെച്ചിട്ടുണ്ട്, വിശക്കുമ്പോൾ കഴിക്കണം, ഞങ്ങൾ ഫംഗ്ഷൻ കഴിഞ്ഞ് വരാൻ താമസിക്കും. അവർ പാർട്ടിക്ക് പോയി സന്തോഷമായി സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാണ്. വരുന്ന വഴിയിൽ വണ്ടി കേടാവുന്നുണ്ട്. നായകൻ്റെ കയ്യിൽ ഒരു പഴയ വണ്ടിയാണ്. അയാൾ പഴയ ഒരു ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്.
ഈ ചെരുപ്പ് മാറ്റാൻ പറഞ്ഞാൽ കേൾക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീട്ടിലെത്താണ്. അവിടെയാണ് അവർക്കൊരു ഷോക്ക്. അമ്മായിയമ്മയ്ക്ക് ഉണ്ടാക്കി വെച്ച ദോശ അവർ കഴിക്കാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. നായികയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. മണി 11 എന്താ ഇപ്പോഴും കഴിക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് പാർട്ടിയല്ലേ പ്രധാനം, എന്നെ തനിച്ചാക്കി പോയില്ലേ, നിങ്ങൾ പോയി സന്തോഷമായി കഴിക്കുക, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരു ദിവസം പുറത്തു പോയതിന് അവർ കുറ്റപ്പെടുത്താണ്. ഒരു രാത്രി നായിക ഭർത്താവിൻ്റെ കൂടെ റൂമിൽ ഉറങ്ങുകയാണ്. ഭർത്താവ് സ്നേഹത്തോടെ അടുത്ത് വരുമ്പോൾ പെട്ടെന്ന് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേൾക്കാണ്. വേറെ ആരുമല്ല, ആ അമ്മായിയമ്മയാണ്. എനിക്ക് തനിച്ച് കിടക്കാൻ പേടിയാവുന്നു മോനെ എന്ന് മകനോട് പറയുന്നു. അതിനല്ലേ മോളെ അമ്മയുടെ കൂടെ കിടത്തിയത്, അവൾ ചെറിയ കുട്ടിയല്ലേ, എനിക്ക് നിന്റെ അച്ഛൻ്റെ ഓർമ്മ വരാണ് എന്നൊക്കെ പറയുമ്പോൾ മകൻ വീണ്ടും ഭാര്യയോട് അമ്മയുടെ കൂടെ പോയി കിടക്കാൻ പറയാണ്. നായികയ്ക്ക് ദേഷ്യം വന്നെങ്കിലും വെറുപ്പോടെ അമ്മായിയമ്മയുടെ കൂടെ പോയി കിടക്കാണ്. അടുത്ത ദിവസം രാവിലെയും നായിക കഷ്ടപ്പെട്ട് പാചകം ചെയ്ത് വെക്കുന്നു. അവൾ കഴിച്ചുവെന്ന് പോലും ആരും ചോദിക്കുന്നില്ല. അവളുണ്ടാക്കിയ ഭക്ഷണം എടുത്ത് ആ അമ്മ മകന് വിളമ്പി കൊടുക്കുകയാണ്. മീനിൻ്റെയും ചിക്കൻ്റെയും വലിയ കഷ്ണങ്ങളെല്ലാം മകന് തന്നെ കൊടുക്കുകയാണ്. അവനും അത് കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് നായികയ്ക്ക് സ്കൂളിൽ നിന്ന് കോൾ വരുന്നത്. ഏട്ടാ, മോള് സ്കൂളിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കി, വാ പോയി നോക്കാമെന്ന് പറയുമ്പോൾ, ഞാൻ ഓഫീസിൽ നിന്ന് പെർമിഷൻ വാങ്ങി ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നതാണ്, എനിക്ക് സമയമില്ല, നീ തന്നെ പോയി നോക്ക് എന്നയാൾ പറയാണ്. നായിക സ്കൂളിലേക്ക് പോവാണ്. നായികയുടെ മകൾ കരാട്ടെ ക്ലാസ്സിന് പോവല്ലോ. സ്കൂളിൽ ഒരു ആൺകുട്ടി ഇവളോട് വഴക്കിന് വന്നിരുന്നു. അവൻ്റെ കഴുത്തിന് തന്നെ അവൾ ഒരു കിക്ക് വെച്ചു കൊടുത്തു. പ്രിൻസിപ്പൽ നായികയെ വിളിച്ച് വഴക്ക് പറയുന്നു. അപ്പോൾ ആ ആൺകുട്ടിയുടെ അച്ഛൻ ഇടപെട്ട് ഇതൊരു വലിയ വിഷമാക്കണ്ട, കുട്ടികളല്ലേ, അറിയാതെ പറ്റിപ്പോയതാണ്, വിട്ടുകളയാമെന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്നു. അതിലൂടെ ആ കുട്ടിയുടെ അച്ഛനുമായി നായിക സൗഹൃദത്തിലാവുന്നു. ഇവിടെയാണെങ്കിൽ ആ അമ്മായിയമ്മ പേരക്കുട്ടിയോടൊപ്പം സന്തോഷമായി സമയം ചെലവഴിക്കുന്നതും പേരക്കുട്ടി തന്നെയാണ് തൻ്റെ ലോകമെന്ന മട്ടിലും പെരുമാറാണ്. അതിനുശേഷവും അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടാവുന്നു. ഒരു ദിവസം വീട്ടിൽ സമാധാനമായി സീരിയൽ കാണാൻ പറ്റാത്തതുകൊണ്ട് നായിക ഒരു TV വാങ്ങി വരുന്നു. 12,000 രൂപയുടെ ഒരു ചെറിയ TV. പക്ഷെ അത് ഭർത്താവ് കാണുമ്പോൾ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, നീ നിന്റെ ഇഷ്ടത്തിന് സാധനങ്ങൾ വാങ്ങിയാൽ പണം തരേണ്ടത് ഞാനല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞാനൊന്നും നിങ്ങളോട് ചോദിച്ചിട്ടില്ല, എനിക്കൊരു ചെറിയ TV വാങ്ങുന്നതാണോ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം എന്ന് നായിക ചോദിക്കുകയാണ്. ഇങ്ങനെ TV വാങ്ങി പിന്നെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് നീ കുടുംബം പെരിക്കും, അതല്ലേ നിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് അയാൾ അവളെ കുറ്റപ്പെടുത്തുന്നു. നായിക ആകെ തകർന്നു പോവാണ്. നായിക TV വാങ്ങിയത് അമ്മായിയമ്മയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. അന്ന് അർദ്ധരാത്രി വീണ്ടും അമ്മായിയമ്മ നായികയുടെ റൂമിന്റെ വാതിൽ മുട്ടുന്നു. ഇന്നും പേടിയാണോ? അല്ല, ഇന്ന് പനിയാണ്. വീണ്ടും ആ രാത്രിയിലും നായികയെ കൂടെ കിടക്കാൻ വിളിക്കുന്നു. അടുത്ത ദിവസം ഡോക്ടർ വന്ന് അമ്മായിയമ്മയെ പരിശോധിക്കുന്നു. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഭർത്താവ് മരിച്ചതിൻ്റെ സ്ട്രെസ്സാണ്. ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ അവർ റിക്കവർ ആവും എന്ന് ഡോക്ടർ പറയാണ്. എന്നാൽ നായകൻ ദേഷ്യപ്പെടുന്നു. സൈക്കാട്രിസ്റ്റോ? എൻ്റെ അമ്മയ്ക്ക് എന്താ വട്ടുണ്ടോ? അങ്ങോട്ട് കൊണ്ടുപോയാൽ വിവരം അറിയും എന്ന് നായികയോട് തട്ടിക്കയറുന്നു. നായിക പുറത്തു പോയി വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ റൂമിലെ അലമാര തുറന്ന് അമ്മായിയമ്മ അതിൽ നിന്ന് ഒരു ചുവന്ന സാരി എടുക്കുന്നത് കാണുന്നു. TV വാങ്ങിയത് മുതൽ അമ്മായിയമ്മ നായികയോട് മിണ്ടുകയില്ല. അവൾ ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കുകയില്ല. ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന നായിക ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തിട്ടും കുറ്റം മാത്രം പറയാണ്, നിങ്ങളെ കൊണ്ട് എൻ്റെ സമാധാനം പോയി. ഇത് കേട്ട അമ്മായിയമ്മയും ദേഷ്യപ്പെട്ട്, നീ വലിയ പുള്ളിയാണെന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന ചപ്പാത്തി കോലെടുത്ത് എറിയാണ്. പക്ഷെ അത് കൊള്ളുന്നത് അടുത്ത് നിൽക്കുന്ന പേരക്കുട്ടിയുടെ തലയിലാണ്. നായിക ഞെട്ടിപ്പോവാണ്. മകളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇവിടെ ആ അമ്മ തകർന്നിരിക്കുകയാണ്. മകളുടെ തലയിൽ കെട്ടുമായി വീട്ടിൽ വന്ന മകൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, മുത്തശ്ശി എന്തിനാ എന്നെ അടിച്ചത്? അമ്മായിയമ്മ എത്ര ദ്രോഹിച്ചാലും നായിക മകളോട് പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് മോളോട് ഭയങ്കര സ്നേഹമാണ്, ഞാനും മുത്തശ്ശിയും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പന്താണെന്ന് കരുതി അറിയാതെ നിന്റെ മേലെറിഞ്ഞതാണ്, അത് നിന്റെ മേലല്ല എൻ്റെ മേലാണ് കൊള്ളേണ്ടിയിരുന്നത് എന്നവൾ പറയാണ്. വീട്ടിൽ വരുമ്പോൾ നായകൻ ഏർപ്പുണ്ട്. മകളുടെ തലയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ അമ്മയാണത് ചെയ്തത് എന്ന് സത്യം മറച്ചു വെച്ച് അവൾ അറിയാതെ താഴെ വീണതാണ്, അതുകൊണ്ടാണ് തലയിൽ കെട്ട് എന്ന് പറയുന്നു. ആ അമ്മയും കുറ്റബോധത്തോടെ മരുമകളെ നോക്കുകയാണ്. ഈ സമയത്താണ് നായിക കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ, സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് തെറ്റല്ല, നീ അമ്മായിയമ്മയെ ഒരു നല്ല ഡോക്ടറെ കാണിക്ക് എന്ന് പറഞ്ഞ് ഒരു അഡ്രസ്സ് കൊടുക്കുന്നത്. നായിക ആ സൈക്കാട്രിസ്റ്റിനെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുന്നു. അമ്മായിയമ്മയുടെ ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ മിണ്ടാതെ നടക്കുന്നവർ ഒഴിഞ്ഞുമാറാണ്. നിങ്ങൾക്ക് മുട്ടുവേദനയാണെന്ന് പറഞ്ഞില്ലേ, എല്ലിൻ്റെ ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്തു, എന്തായാലും വരണം എന്ന് നായിക പറയാണ്. നിനക്ക് എന്നോട് ഇത്ര സ്നേഹമൊക്കെ ഉണ്ടായിരുന്നോ? അപ്പോയിൻമെൻ്റ് എടുത്ത സ്ഥിതിക്ക് വരാമെന്ന് അവർ സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം അമ്മായിയമ്മയും കൂട്ടി സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു. സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ വരില്ലെന്ന് കരുതി മുട്ടുവേദനയുടെ ഡോക്ടറെ കാണിക്കാനാണെന്ന് കള്ളം പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. ആശുപത്രിയുടെ മുന്നിൽ വലിയ ബോർഡ് കണ്ടിട്ട് ഇതൊരു മെൻ്റൽ ഹോസ്പിറ്റലാണല്ലോ, എന്നെ ഇങ്ങോട്ടേക്കാണോ കൂട്ടിക്കൊണ്ടുവന്നത് എന്നവർ വഴക്കിടുവെന്ന് പേടിച്ച് വഴിയിൽ കുഴിയുണ്ട് നോക്കി നടക്കുന്നൊക്കെ പറഞ്ഞ് നായിക വേഗം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഡോക്ടറുടെ അടുത്ത് ചെന്നതും അമ്മായിയമ്മ പറയുന്നുണ്ട്, ഡോക്ടറെ, എനിക്ക് എല്ലുവേദനയാണ്, ഒരൊറ്റ ഗുളിക തന്നാൽ മതി, എല്ലാം മാറും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹലോ, ഞാൻ ഗുളിക തരുന്ന ഡോക്ടറല്ല, ഗുളിക കഴിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഡോക്ടറാണ്, ഞാനൊരു സൈക്കാട്രിസ്റ്റാണ്. ഇത് കേട്ടതും, എന്ത് സൈക്കോയോ, എന്നെ കണ്ടാൽ വട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ അമ്മ അവിടെ നിന്ന് ബഹളം വയ്ക്കുകയാണ്. നായിക പറയുന്നുണ്ട്, ദയവായി ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്, സംസാരിച്ചാൽ മാറും, നിന്റെ മൂക്കിടിച്ച് ഞാൻ പരത്തും, നിനക്കാണ് വട്ട്, ഡോക്ടർ ഈ പെണ്ണിന് നല്ല മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഡോക്ടർ നായികയോട് ദേഷ്യപ്പെടുന്നുണ്ട്,
പേഷ്യന്റിനോട് കള്ളം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത്, അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അന്ന് രാത്രി അമ്മായിയമ്മ പേടിക്കുമെന്ന് കരുതി നായിക തന്നെ അവരുടെ റൂമിലേക്ക് ചെല്ലാണ്. അപ്പോൾ അമ്മായിയമ്മ പേരക്കുട്ടിയുടെ തലയിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ട്, ഞാൻ കാരണമല്ലേ മോളെ നിനക്ക് മുറിവ് പറ്റിയത് എന്ന വിഷമത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ നായിക അമ്മായിയമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടി ആ ക്ലാസ്സിന് പോകാം, അതിനുശേഷമെങ്കിലും വീട്ടിലെ ഈ വഴക്ക് തീരുവെന്ന് നോക്കാം. നായകൻ അങ്ങോട്ടേക്ക് വന്ന് എല്ലിൻ്റെ ഡോക്ടറെ കണ്ടില്ലേ, എന്തു പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. നാളെയും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അമ്മായിയമ്മ മറുപടി പറയുന്നുണ്ട്. അങ്ങനെ അവർ സൈക്യാട്രിസ്റ്റിനെ കാണാൻ സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം ഡോക്ടർ 2 പേരോടും വെവ്വേറെ സംസാരിക്കുന്നു. നായികയോട് പ്രശ്നം ചോദിക്കുമ്പോൾ, കല്യാണം കഴിഞ്ഞ് 10 വർഷമായി, സാധാരണ അമ്മായിമ്മ മരുമകൾ പ്രശ്നങ്ങൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു, പക്ഷേ 7 മാസം മുമ്പ് അമ്മായിപ്പൻ മരിച്ചതിന് ശേഷം അത് കൂടി എന്ന് പറഞ്ഞ് നടന്നതെല്ലാം പറയാണ്. അമ്മായിയമ്മയോടും ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടോ? അതെ, തോന്നുന്നുണ്ട്. ആ ഒറ്റപ്പെടലാണ് നിങ്ങളെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതെന്ന് ഡോക്ടർ മനസ്സിലാക്കുന്നു. അമ്മായിയമ്മയോട് ഇഷ്ടമുള്ള 10 കാര്യങ്ങൾ പറയുമ്പോൾ, എനിക്കെൻ്റെ പേരക്കുട്ടിയാണ് ഏറ്റവും ഇഷ്ടം, പിന്നെ മകനെ, ഭർത്താവിനെ, TV സീരിയൽ, അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇഷ്ടമല്ലാത്ത 10 കാര്യങ്ങൾ അടുത്ത ക്ലാസ് വരുമ്പോൾ എഴുതിക്കൊണ്ടുവരാൻ 2 പേരോടും പറയുന്നുണ്ട്. അവർ 2 പേരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന ലിസ്റ്റിൽ അമ്മായിയമ്മ മരുമകളുടെ പേരും മരുമകൾ അമ്മായിയമ്മയുടെ പേരുമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇത് കണ്ട് ഡോക്ടർ ചിരിച്ചുകൊണ്ട് ഒരു ഗെയിം കളിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ഒരാൾ അമിതാഭ് ബച്ചൻ എന്നും മറ്റേയാൾ അമീർ ഖാൻ എന്നും പറയുന്നു. നിങ്ങൾക്ക് എന്താണ് പേടി? രാത്രി ഉറങ്ങാനാണ് പേടിയെന്ന് അമ്മായിയമ്മയും പാറ്റയാണ് പേടിയെന്ന് നായികയും പറയുന്നു. ശരി, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് ചോദ്യം ഉണ്ടാക്ക്. അമിതാഭ് ബച്ചനെ ആർക്കാണ് ഇഷ്ടം? എനിക്ക്. പാറ്റ ആർക്കാണ് പേടി? എനിക്ക്. ശരി, മുഖർജിയുടെ ഭാര്യ ആരാണ് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അവർ 2 പേരും കൈവക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, കണ്ടോ, നിങ്ങളുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും നിങ്ങളുടെ ഐഡന്റിറ്റി ഒന്നാണ്, മിസ്സസ് മുഖർജി. പക്ഷേ നിങ്ങൾക്കൊരു സ്വന്തം ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെയുള്ള സ്ത്രീകൾ. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, എന്താണ് നിങ്ങളുടെ സ്വന്തം ഐഡന്റിറ്റി എന്ന് നിങ്ങൾ 2 പേരും ചിന്തിക്കണം. ആ ക്ലാസ് കഴിഞ്ഞ് 2 പേരും അല്പം സമാധാനത്തോടെ കാറിൽ വീട്ടിലേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ച ആ അയൽക്കാരി ആൻറ്റിയുടെ ഭർത്താവ് വേറൊരു പെണ്ണിൻ്റെ കൂടെ കറങ്ങുന്നത് കാണാണ്. ഈ ക്ലാസ്സിന് പോയതിനു ശേഷം അവരിൽ മാറ്റം വരുന്നുണ്ട്. അമ്മായിയമ്മയും മരുമകളും ഒരുമിച്ച് ചായ ഇട്ട് കുടിക്കുന്നു. നായിക പാറ്റയെ കണ്ട് നിലവിളിക്കുമ്പോൾ അമ്മായിയമ്മ ചെരുപ്പെടുത്ത് അതിനെ അടിച്ചിട്ട്, ഇതിനാണോ നീ കിടന്ന് കാറുന്നത്, ഓവർ ആക്ടിംഗ് ആണ് എന്ന് പറഞ്ഞ് കളിയാക്കാണ്. അടുത്ത ക്ലാസ്സിൽ അമ്മായിയമ്മയെ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് എതിരെയുള്ള ഒഴിഞ്ഞ കസേര മരുമകളാണെന്ന് സങ്കല്പിച്ച് മനസ്സിലുള്ളത് തുറന്നു പറയാൻ ഡോക്ടർ പറയാണ്. അവർ പറയുന്നുണ്ട്, മോളെ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, പക്ഷെ നീ ഈ വീട്ടിൽ വന്ന അന്നു മുതൽ എന്നെ ആൻറ്റി എന്നാണ് വിളിച്ചത്. അന്ന് നിന്റെ കൂട്ടുകാർ ചോദിച്ചു, എന്താണ് അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കാത്തത് എന്ന്. അപ്പോൾ നീ പറഞ്ഞു, അവരെ കാണുമ്പോൾ എനിക്ക് അമ്മ എന്നൊരു ഫീൽ വരുന്നില്ല എന്ന്. അന്ന് എൻ്റെ മനസ്സ് തകർന്നു പോയി. നീ എന്നെ അമ്മ എന്ന് വിളിക്കുമെന്ന് ഞാൻ കരുതി. നിനക്ക് മറ്റൊരു അമ്മയാകാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അന്നു മുതലേ തന്നെ നീ എന്നെ അകറ്റി നിർത്തി. ഇപ്പോൾ വേറെ TV കൂടി വാങ്ങി നീ വീണ്ടും എന്നെ അകറ്റുകയാണോ എന്നൊരു വേദന എനിക്കുണ്ട്. അവർ കരഞ്ഞുകൊണ്ടാണ് ആ ഒഴിഞ്ഞ കസേരയോട് ഇത് പറയുന്നത്. ഇത് കേട്ട ഡോക്ടർ അവരോട് പറഞ്ഞു, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ആ കുട്ടി 26 വർഷം ഒരു വീട്ടിൽ ജീവിച്ച് സ്വന്തം അമ്മയെ അമ്മ എന്ന് വിളിച്ച് ശീലിച്ചതാണ്. പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. 26 വർഷം ഒരാളെ അമ്മ എന്ന് വിളിച്ച ഒരാൾക്ക് പെട്ടെന്ന് മറ്റൊരാളെ അമ്മ എന്ന് വിളിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് അവൾ നിങ്ങളെ ആൻറ്റി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. ഇനി നായികയെ തനിച്ചിരുത്തി ഒഴിഞ്ഞ കസേര അമ്മായിയമ്മയാണെന്ന് സങ്കല്പിക്കാൻ പറയുന്നു. നായിക പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞത് മുതൽ ഞാൻ ഒരുപാട് തവണ വീട്ടിൽ മീൻ കറി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ അമ്മായിയമ്മയാണ് വിളമ്പുന്നത്. മീനിന്റെ വലിയ കഷ്ണങ്ങളെല്ലാം എൻ്റെ ഭർത്താവിനും മകൾക്കും കൊടുക്കും. എനിക്കെപ്പോഴും ചെറിയ കഷ്ണം മീനേ കിട്ടാറുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം, പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ ഒരേ ഒരു മകളായിരുന്നു. അവിടെ എന്ത് വാങ്ങിയാലും വലിയ കഷ്ണം മീനും ഇറച്ചിയെല്ലാം എനിക്കാണ് അച്ഛനും അമ്മയും തന്നിരുന്നത്. പക്ഷെ ഭർത്താവിൻ്റെ വീട്ടിൽ എനിക്ക് ആ സ്നേഹവും കരുതലും ഒന്നും കിട്ടുന്നേ ഇല്ല എന്നൊരു വിഷമം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ശരി, നിനക്ക് ചെറിയ കഷ്ണം മീൻ തരുന്ന നിന്റെ അമ്മായിയമ്മ മീൻ കഴിക്കുമോ? അവർ കഴിക്കുമല്ലോ. അപ്പോൾ അവരുടെ പ്ലേറ്റിൽ ഏത് കഷ്ണം മീനാണ് ഉണ്ടായിരുന്നതെന്ന് നീ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? അപ്പോഴാണ് നായിക ആ കാര്യം ചിന്തിക്കുന്നത്. അമ്മായിയമ്മ മീൻ കഴിക്കുമെങ്കിലും ഒരിക്കൽ പോലും അവർ സ്വന്തം പ്ലേറ്റിൽ മീൻ വിളമ്പി കഴിച്ചിട്ടില്ല. നായകനും നായികയും മകളും കഴിച്ചതിന് ശേഷം ബാക്കി വരുന്നത് മാത്രമാണ് ആ അമ്മ കഴിച്ചിരുന്നത്. അതോർത്തപ്പോൾ നായികയ്ക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. അവിടെ മുതൽ അവൾ അമ്മായിയമ്മയെ മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. അതിനുശേഷം അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാവുന്നു. ഒരു ദിവസം നായികയുടെ മകൾ അടിച്ച ആ ആൺകുട്ടിയുമായി അവൾ നല്ല കൂട്ടുകാരാവുന്നു. ഒരുമിച്ച് പഠിക്കുന്നു. നായിക ആ കുട്ടിയുടെ അച്ഛനുമായി സൗഹൃദത്തിലായിരുന്നല്ലോ. രാത്രി വൈകിയതുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ നായികയും മകളെയും തൻ്റെ വലിയ കാറിൽ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വരുന്നു. അപ്പോൾ വഴിയിൽ നായികയുടെ ഭർത്താവ് പതിവ് പോലെ വണ്ടി കേടായി അതിനെ ചവിട്ടി ശരിയാക്കാൻ ശ്രമിക്കുന്നത് കാണുകയാണ്. എൻ്റെ ഭർത്താവ് അവിടെയുണ്ട്, ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് നായിക മകളോടൊപ്പം ഇറങ്ങി. ആ സുഹൃത്തിനെ ഭർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു സുഹൃത്തോ എന്ന അയാൾക്ക് ചെറിയൊരു പൊസസീവ്നെസ് തോന്നുന്നുണ്ട്. അന്ന് രാത്രി മകൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛ, എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ കയ്യിൽ വലിയ കാറും വലിയ TV ഉണ്ട്. അച്ഛൻ എന്താ വലിയ കാർ വാങ്ങാത്തത്? നമുക്കും AC-യിൽ പോവാലോ. അച്ഛൻ്റെ കയ്യിലുള്ള കാശ് കൊണ്ട് ഈ ബൈക്കേ പറ്റുള്ളൂ മോളെ. നിനക്ക് അച്ഛൻ്റെ ബൈക്ക് ഇഷ്ടമല്ലേ? ആ കാറ് മതിയോ എന്ന് ചോദിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, അയ്യേ, എന്തൊക്കെ പറഞ്ഞാലും കാറ്റുകൊണ്ട് അച്ഛൻ്റെ ബൈക്കിൽ പോകുന്നതാണ് എനിക്കിഷ്ടം.
നായകൻ മകളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇവിടെ നായികയും അമ്മായിയമ്മയും നല്ല ധാരണയിലാവുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരുമിച്ച് പാചകം ചെയ്യുന്നു, പരസ്പരം വിളമ്പി കഴിക്കുന്നു, ഒരുമിച്ച് സീരിയൽ കാണുന്നു. ഒരു ദിവസം ആ അയൽക്കാരി ആന്റി നായികയോട് വന്ന് പറയുന്നുണ്ട്, നീ അന്ന് ഏതൊരാളുടെ കൂടെ കാറിൽ വന്നിറങ്ങിയെന്ന് കേട്ടല്ലോ, അങ്ങനെയൊന്നും ചെയ്യരുത്, വീട്ടുകാർ തെറ്റിദ്ധരിക്കും. ആദ്യം നീ നിന്റെ ഭർത്താവിനെ പോയി നോക്ക്, അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാതെ എന്നോട് പറയാൻ വരരുത് എന്ന് നായിക തിരിച്ചടിക്കുന്നു. അപ്പോൾ ആ ആന്റി പറയുന്നുണ്ട്, അതെല്ലാം എനിക്കറിയാം, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നായികയും അമ്മായിയമ്മയും കൂടുതൽ അടുക്കുന്നു. ബീച്ചിൽ പോകുന്നു, ബലൂൺ വെടിവെച്ച് പൊട്ടിക്കുന്നു, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരു പുഴയുടെ അരികിൽ നിന്ന് നായിക അമ്മായിയമ്മയോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. അമ്മായിയമ്മ പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ ഞാൻ നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവ് അതെല്ലാം നിർത്തിവെച്ചു. ഞാനൊരു ചുവന്ന സാരി എടുത്ത് ഡാൻസ് ചെയ്യുമായിരുന്നു. ആ ചുവന്ന സാരി കാണുമ്പോഴെല്ലാം എനിക്ക് സന്തോഷം വരും. അന്ന് അലമാരയിൽ നിന്റെ ചുവന്ന സാരി കണ്ടതുകൊണ്ടാണ് ഞാൻ അത് തുറന്നത്. നീ എന്നെ തെറ്റിദ്ധരിച്ചോ? അപ്പോൾ നായികയും പറയുന്നുണ്ട്, എനിക്കും സ്വപ്നങ്ങളുണ്ട്, എനിക്കൊരു നല്ല ജോലിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമാണ്. 100 കണക്കിന് കമ്പനികളിൽ ഞാൻ അപേക്ഷിച്ചു. ഒരുപക്ഷെ അവർ എന്നെ തിരഞ്ഞെടുത്താലും വീട്ടിൽ നിന്ന് എന്നെ ജോലിക്ക് വിടുമോ? നിങ്ങൾ സമ്മതിക്കോ? അമ്മായിയമ്മയ്ക്ക് അതിന് ഉത്തരവില്ലായിരുന്നു. നായികയുടെ ഭർത്താവിന് ഒരു കീറിയ ചെരുപ്പായിരുന്നല്ലോ. അവളൊരു പുതിയ ഷൂ വാങ്ങി ഭർത്താവിന് കൊടുക്കുന്നു. നല്ല ജീൻസ് ഇട്ട് ഈ ഷൂ ഇടുമ്പോൾ കാണാൻ നല്ല സൂപ്പർ ആയിരിക്കും. പക്ഷെ ഭർത്താവ് ദേഷ്യപ്പെടാണ്. ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, എനിക്ക് ഈ പത്രാസ് വേണ്ട. നീ വേറെ ആരെയോ കണ്ടിട്ട് അവരെ പോലെ ഞാനാണോ എന്ന് വിചാരിച്ചാൽ നീ അവരുടെ കൂടെ പൊക്കോ. ആ കാറിൽ വന്ന സുഹൃത്തിനെ മനസ്സിൽ വെച്ചാണ് ഇയാൾ സംസാരിക്കുന്നത്. ഇത് കേട്ട് നായിക തകർന്നു പോവാണ്. ഇതിനിടയിൽ നായകൻ രാവിലെ ജോലിക്ക് പോകാൻ നിൽക്കുമ്പോൾ ഭാര്യയുടെ ഫോണിലേക്ക് ക്ലിനിക്കിൽ നിന്ന് കോൾ വരുന്നുണ്ട്. ഇന്നും സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് 3 മണിക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നത് നായകൻ കേൾക്കുന്നുണ്ട്. 3 മണിക്ക് സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോ? അമ്മ മുട്ടുവേദനയ്ക്കല്ലേ പോകുന്നത്? അയാൾക്ക് സംശയമാവുന്നുണ്ട്. 3 മണിക്ക് നായിക അമ്മായിയമ്മയും കൂട്ടി ക്ലിനിക്കിൽ പോവാണ്. അവർ രണ്ടുപേരും ഡോക്ടറോട് സന്തോഷത്തോടെ സംസാരിക്കുന്നു. എത്ര നാളാണ് ഞങ്ങൾ വഴക്കിട്ട് നടന്നത്, പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ നല്ല ധാരണയായി. ഇവൾ എന്നെ ആന്റി എന്ന് വിളിച്ചാലും എൻ്റെ മകളാണ്. അവർ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായകൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഇതൊരു മെന്റൽ ഹോസ്പിറ്റൽ പോലെയാണല്ലോ, ഇവിടെയാണോ എൻ്റെ അമ്മയെ ഇവൾ ട്രീറ്റ്മെന്റ് എന്ന പേരിൽ കൊണ്ടുവരുന്നത് എന്ന് ചിന്തിച്ച് അയാൾക്ക് ദേഷ്യം വരുന്നു. നായകൻ നേരത്തെ വീട്ടിലെത്തുന്നുണ്ട്. നായികയും അമ്മായിയമ്മയും വീട്ടിലേക്ക് വരുമ്പോൾ നായകൻ ചോദിക്കുന്നുണ്ട്, എവിടെ പോയിട്ട് വരുന്നു? എല്ലിന്റെ ഡോക്ടറെ കാണാൻ പോയതാണ്. എല്ലിന്റെ ഡോക്ടറോ അതോ മെന്റൽ ഡോക്ടറോ? എന്നോട് കള്ളം പറഞ്ഞില്ലേ? എൻ്റെ അമ്മയെ വട്ടാണെന്ന് കരുതി മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രം ധൈര്യമായ നിനക്ക്? ഇത് നിന്റെ വീടല്ല, ഇവർ നിന്റെ അമ്മയോ അല്ല. നിന്റെ പരിധിയിൽ നിന്നാ മതി. എൻ്റെ വീട്ടിൽ താമസിച്ച് എൻ്റെ ചെലവിൽ കഴിച്ച് എൻ്റെ അമ്മയെ തന്നെ നീ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അയാൾ നായികയെ ഭീകരമായ വഴക്ക് പറയുന്നു. നായകൻ ദേഷ്യപ്പെട്ടപ്പോൾ അമ്മായിയമ്മ അവനെ വഴക്ക് പറയാണ്. എൻ്റെ മരുമകളെ എന്തെങ്കിലും പറഞ്ഞാൽ വിവരം അറിയുന്നു. പേരക്കുട്ടി ഈ വഴക്ക് കേട്ട് പേടിക്കാതിരിക്കാൻ അവർ അവളെയും ശ്രദ്ധിക്കുന്നുണ്ട്. രാത്രി നായിക ഭർത്താവിനോട് പറയുന്നുണ്ട്, അതെ, ഞാൻ നിങ്ങളുടെ കാശിലാണ് കഴിയുന്നത്, പക്ഷെ കഴിഞ്ഞ 10 വർഷമായി ഞാൻ നിങ്ങൾക്കായി പാചകം ചെയ്യുന്നു. ഞാൻ ഉണ്ടാക്കുന്നത് മാത്രമാണ് നിങ്ങൾ കഴിക്കുന്നത്. ഈ സോഫ കവർ വൃത്തിയാക്കിയത് ഞാനാണ്. ഈ തറ വൃത്തിയായിരിക്കുന്നെങ്കിൽ അത് ഞാൻ കാരണമാണ്. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് ഒരു പെണ്ണായി പോയി എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾക്ക് അടിമപ്പണി ചെയ്ത് ജീവിക്കുകയാണ് ഞാൻ. അതിന് നിങ്ങൾ തന്ന പേരാണല്ലേ ഇത് എന്ന് പറഞ്ഞ് അവൾ ടെറസിൽ പോയിരുന്ന് കരയാണ്. അപ്പോൾ അമ്മായിയമ്മ അങ്ങോട്ടേക്ക് വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു. മുടി ഇങ്ങനെ വിടർത്തിയിടാതെ കെട്ടിവെക്കെന്ന് പറഞ്ഞ് അവർ മരുമകൾക്ക് താങ്ങായി നിൽക്കുകയാണ്. ഇതെല്ലാം നായകനും കാണുന്നുണ്ട്. അടുത്ത ദിവസം വനിതാ ദിനത്തിലെ പ്രസംഗത്തിനായി നായിക ഒരുങ്ങുകയാണ്. അപ്പോഴാണ് അവൾക്ക് മറ്റൊരു ഷോക്ക് കിട്ടുന്നത്. അവൾ അപേക്ഷിച്ച ജോലികളിൽ നിന്നെല്ലാം അവൾക്ക് ഓഫർ ലെറ്ററുകൾ വന്നിരുന്നു. എന്നാൽ അവൾ ജോലിക്ക് പോകരുതെന്ന് കരുതി ഭർത്താവ് ആ ലെറ്ററുകളെല്ലാം ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതെല്ലാം ഇപ്പോൾ നായിക കാണുന്നുണ്ട്. അവൾ തകർന്നു പോവാണ്. ഒരു കുളത്തിന്റെ അരികിൽ പോയിരുന്ന അവൾ കരയാണ്. വനിതാ ദിനത്തിലെ പ്രസംഗത്തിന് പോകാതെ തളർന്നിരിക്കുന്നു. ആ ലെറ്ററുകൾ അമ്മായിയമ്മയും കാണുന്നു. അവർ മകനോട് വന്ന് പറയുന്നുണ്ട്, മോനെ, എനിക്ക് ഭരതനാട്യം കളിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ നൃത്തം ചെയ്താൽ അപ്സരസ് ആടുന്നത് പോലെയാണെന്ന് പറയുമായിരുന്നു. പക്ഷെ നിനക്കൊക്കെ വെച്ചു വിളമ്പാൻ വേണ്ടി നിന്റെ അച്ഛൻ എൻ്റെ ആ സ്വപ്നം ഇല്ലാതാക്കി. പക്ഷെ അതെൻ്റെ മരുമകൾക്ക് സംഭവിക്കാൻ പാടില്ല. അന്ന് ദേഷ്യത്തിൽ ഞാൻ കയ്യിലുണ്ടായിരുന്ന തവി കൊണ്ട് എറിഞ്ഞത് പേരക്കുട്ടിയുടെ ദേഹത്ത് കൊണ്ടു. പക്ഷെ അവൾ അത് നിന്നോട് പറയാതെ എത്ര മാന്യമായിട്ടാണ് പെരുമാറിയത്. അവളെ ജോലിക്ക് പോകാതെ വീട്ടിലിരുത്തുന്നത് അത്ര വലിയ സ്വാർത്ഥതയാണ്. ഒന്നുകിൽ അവൾ വേണം, അല്ലെങ്കിൽ നീ വേണം എന്ന് പറഞ്ഞ് മകനോട് അവൾ പൊട്ടിത്തെറിക്കുന്നു. വനിതാ ദിനത്തിന്റെ വേദിയിൽ ഒരു ട്വിസ്റ്റാണ് നടക്കുന്നത്. നായികയല്ല, അമ്മായിയമ്മയാണ് സംസാരിക്കാൻ വരുന്നത്. അവർ പറയുന്നു, ഒരു പെൺകുട്ടി എന്നാൽ ഭർത്താവിന്റെ പേര് സ്വന്തം പേരിനോട് ചേർത്ത് വെച്ച് ഭർത്താവിന് പിന്നിൽ നിൽക്കേണ്ടവളാണെന്നൊരു ധാരണയുണ്ട്. പക്ഷെ ഒരു പെൺകുട്ടി അവളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകണം, അത് നേടിയെടുക്കണം. ഈ കാര്യം ഇത്രയും നാളെ എനിക്കും അറിയില്ലായിരുന്നു. ഒതുക്കം, മര്യാദ എന്നെല്ലാം സ്ത്രീകളുടെ മേൽ മാത്രം കെട്ടിവെച്ച് ഈ പുരുഷന്മാർ മറ്റൊരു സ്ത്രീയെ ഉപയോഗിച്ച് അവളെ വീട്ടിൽ തളച്ചിടുകയാണ്. എൻ്റെ മകനെ എൻ്റെ മരുമകൾ നോക്കാതെ പോകുമോ എന്ന പേടിയിൽ ഞാനും അവളെ അടിമയാക്കി. എൻ്റെ വീട്ടിലെ പുരുഷന്മാർ എന്നെ ഉപയോഗിച്ച് അവളെ അടിമയാക്കി. അതുകൊണ്ട് ഇന്ന് ഈ വനിതാ ദിനത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുക്കുന്നു. മിസ്സസ് മുഖർജി എന്ന ഐഡന്റിറ്റിയിൽ നിന്ന് മാറി ഞങ്ങൾ സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നു മുതൽ ഞങ്ങൾ മിസ്സസ് മുഖർജി അല്ല. എൻ്റെ പേര് ശോഭ റാണി, ഇത് എൻ്റെ മരുമകൾ അതിഥി. ഇത് കേട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. ഇതെല്ലാം കേട്ട് നായകന് മാറ്റം വരുന്നുണ്ട്. അവൻ ഭാര്യയോട് ക്ഷമ ചോദിക്കുന്നു. നീ നിന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പൊക്കോളൂ, ഞാനും സപ്പോർട്ട് ചെയ്യാം, വീട്ടുജോലികൾ ഞാനും പങ്കുവച്ച് ചെയ്യാം എന്ന് പറയുന്നു.
അവൾ വാങ്ങിക്കൊടുത്ത ഷൂസ് അവൻ ധരിക്കുന്നുണ്ട്. ആ കുടുംബം സന്തോഷത്തോടെ ഒരു മാറ്റത്തിന്റെ പാതയിലേക്ക് നടന്നു നീങ്ങുന്നു. ഇതോടെ ഈ സിനിമയോട് അവസാനിക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾ അടിമകളാകുന്നതിന് പ്രധാന കാരണം മറ്റൊരു സ്ത്രീ തന്നെയാണ്. അത് അമ്മായിമ്മയുടെ രൂപത്തിൽ ഓരോ വീട്ടിലും ഉണ്ടാവും. ആ അമ്മായിമ്മ എങ്ങനെയാണോ അടിമപ്പെട്ട് ജീവിച്ചത്, അതുപോലെ മരുമകളും ജീവിക്കണം, എങ്കിലേ ഭർത്താവിനെയും മക്കളെയും നോക്കൂ എന്ന ചിന്തയിലാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് ആ മരുമകളുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതാകുന്നത്. ഒരു പെണ്ണ് ജോലിക്ക് പോയാൽ മക്കളോടുള്ള സ്നേഹം കുറഞ്ഞു പോകും. അവൾ ജോലി ചെയ്താൽ അവളുടെ കൈ വേദനിക്കൂ. പുരുഷനും ജോലി ചെയ്യണം, ഭർത്താവും പാത്രം കഴുകണം എന്ന സന്ദേശം വളരെ ശക്തമായി ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഇത് കാണുന്ന ഒരുപാട് പുരുഷന്മാർ ഇത് മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. വീട്ടമ്മമാരായി ഒതുങ്ങിക്കൂടുന്ന എല്ലാവർക്കുമായി ഈ സിനിമ ഞാൻ സമർപ്പിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.